ഹലോ ഗായ്സ്, നമുക്കിന്ന് ഉന്നക്കായ ഉണ്ടാക്കി വയ്ക്കാമല്ലോ. എല്ലാവർക്കും ഇറ്റ്സ് മീ അമരാൻ്റെ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നില്ലേ വീട്ടിൽ കുറച്ച് പഴം കൊണ്ടുവന്ന ഏട്ടൻ, പക്ഷേ അത് അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഉന്നക്കായ ഉണ്ടാക്കാനൊരു കൊതി കേട്ടോ. ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാൻ പോവാണ്. 3 പഴം എടുത്തത്, അത് മുറിച്ചിട്ട് ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആയോ നോക്കുന്നുണ്ട് ഞാൻ. അതാവുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവി വയ്ക്കാൻ. ഞാൻ തേങ്ങ അത്യാവശ്യം കുറച്ച് ചിരവി വെച്ചു. പിന്നെ നോക്കുമ്പോഴത്തേന് ഏകദേശം പഴം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി നല്ലതുപോലെ ഉടച്ചെടുക്കുക. നിങ്ങളത് സ്മാഷർ ഉണ്ടെങ്കിൽ സുഖമാണ്, നല്ലപോലെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അത് അതിൻ്റെ അടിഭാഗം വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് ഉടച്ചെടുത്തു കേട്ടോ. ഉടച്ചെടുത്തിട്ട് ഇത് കുറച്ചൊന്ന് കുഴച്ചെടുക്കണം. പക്ഷെ അത് കുഴച്ചെടുക്കാൻ കുറച്ചുകൂടി ചൂട് പോകാണ്ട്, അതുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞ് കുറച്ച് നേരം അങ്ങനെ വയ്ക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നമ്മളിതൊന്ന് തണുത്ത് വരുമ്പോഴത്തേന് അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ സംഭവങ്ങൾ റെഡിയാക്കാം. ഫില്ലിങ്ങിൻ്റെ സംഭവങ്ങൾ റെഡിയാക്കാമെന്ന് പറയുമ്പം നമ്മൾ തേങ്ങ വേണം, നെയ്യ്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നുണ്ടെങ്കിൽ അത്. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മധുരം എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര. ഇത്രയാണ് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടത്. ഞാനിപ്പം നേരത്തെ പറഞ്ഞല്ലോ, നെയ്യാണ് നമ്മൾ സാധാരണ എടുക്കൽ. എൻ്റെ അടുത്ത് ബട്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ബട്ടർ എടുത്തു. ബട്ടർ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഉരുകി വന്നപ്പോഴത്തിന് തേങ്ങ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി. അതൊന്നായപ്പോഴത്തിന് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിൻ്റെ പഞ്ചസാര ഇട്ടു. പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടു കേട്ടോ. മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരില്ല, അല്ലാതെ ബ്രൗൺ കളർന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റായാൽ മതി. അപ്പോഴത്തേന് നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. രണ്ടും ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്കെന്ത് ചെയ്യാം, ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. ഇനിയിപ്പോൾ പഴം ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ടുണ്ട്, ഏകദേശം ഇത്ര എൻ്റെത് ഉടയുന്നുള്ളൂ. ഏതായാലും ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. കയ്യിൽ ആദ്യം കുറച്ച് എണ്ണ തടവുക, എന്നിട്ട് കുറച്ച് പഴത്തിൻ്റെ മിക്സ് കയ്യിലിട്ട് ഞാൻ ചെയ്തത് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് മറ്റേക്ക് വെച്ചൊന്ന് പരത്തി ജസ്റ്റ് ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് നിറച്ചു. എന്നിട്ട് 2 കൈ കൊണ്ടും അതങ്ങ് ക്ലോസ് ചെയ്തു കേട്ടോ. എന്നിട്ട് അത് കാണുന്ന രീതിയിൽ ഞാൻ ക്ലോസ് ചെയ്ത് കയ്യിലൊന്ന് ഉരുട്ടിയൊക്കെ അങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ സെയിം ഷേപ്പിലെടുക്കും. ഇതിപ്പോൾ ഏകദേശം എൻ്റേത് ഷേപ്പായി വന്നിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അധികം പഴുക്കാത്ത പഴുക്കുമ്പോഴാണ് കുറച്ചും കൂടി സുഖത്തിൽ ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ലപോലെ കുറച്ചുകൂടി നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ല ഫൈനായിട്ട് അതിൻ്റെ പുറം ഭാഗം ഇരിക്കും. ഇതിപ്പോൾ ശരിക്കും അങ്ങ് ഉടയാത്തതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നണം. ഏതാ ആൾ വന്ന് കാത്തിക്കാൻ തുടങ്ങി കേട്ടോ. സംഭവം റെഡി ആയപ്പോൾ അതിന് നേരത്തെ വന്നു അങ്ങനെ വണ്ടിയിൽ നിന്ന് നമുക്കിത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഓരോന്ന് നല്ലതുപോലെ. ഇതിപ്പം കുറച്ച് ബ്രൗൺ ആയിപ്പോയി, പെട്ടെന്ന് ഞാൻ മറന്നുപോയി മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇട്ടു. അതുകൊണ്ടായിട്ട് അങ്ങനെ കുറച്ച് ഡാർക്കായിപ്പോയത്. ഇനി എന്ത് ചെയ്യുക, ഇത് ഉണ്ടാക്കുമ്പോൾ ലോ ടു മീഡിയത്തിൻ്റെ ഇടയിൽ ഫ്ലെയിം വെച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പാകം നല്ല ഷൈനിങ് ബ്രൗൺ കളറിൽ തന്നെ നമുക്ക് കിട്ടും. കാരണം ഇത് വെന്ത ഒരു പഴമായതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് വേവാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്ന് ഇനി പൊരിച്ചെടുക്കട്ടെ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി വെക്കൊണ്ട് എന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ.